ഒരു ചർച്ചയിൽ നിന്ന് ഇയാൾ ഇറങ്ങിപ്പോകാനുള്ള കാര്യം എന്താണെന്നറിയോ? ചർച്ച കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടാനുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ പേര് വലുതാക്കി കാണിച്ചില്ല. ഒരു കാര്യം ചെയ്യും, കഴുത്തിൽ തൂക്കിയിട്ടുണ്ട് വാ, ഞാനാണ് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞിട്ട്. സന്ദീപ് വാര്യർ വന്നത് ഗുണമാണോ ദോഷമാണോ എന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം മനസ്സിലാക്കാം. പിന്നെ ഇവരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓളം സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമല്ലോ. എന്ത് പ്രവൃത്തി ഇവരൊക്കെ ചെയ്തു, എന്ത് ചെയ്തിട്ട് അവരൊക്കെ നേതാവായത്? ചാനൽ ചർച്ചയിൽ ചെന്ന് മറുപടി പറയുന്നതിനോ? ചാനൽ ചർച്ചയിൽ മറുപടി പറയുന്നവരായി ഇവരുടെ ബുദ്ധിയുള്ള പ്രവർത്തകരാ, അവരയച്ചു കൊടുക്കുക. ക്ഷമേട്ട, ചെത്തല്ലൂർ സ്കൂളിലെ പഴയൊരു SFI-കാരൻ വളർന്ന് BJP ആയി, അവിടെ നിന്നും വളർന്ന് ഇപ്പോൾ കോൺഗ്രസ്സുകാരനായി നിൽക്കുകയാണ്. സന്ദീപ് വാര്യരാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒരു ആൻറ്റി ക്ലൈമാക്സ്, പ്രത്യേകിച്ച് ഒരു സീറ്റഡ്ജ് ത്രില്ലർ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് പാലക്കാട് രാഷ്ട്രീയം മാറിമറിയുമ്പോൾ ആണ് വാര്യർ സർവ്വതും ഉപേക്ഷിച്ച് കോൺഗ്രസിൽ പുതിയ നേതാവായി രാഹുൽ ഗാന്ധിയെ ദൈവമായി കാണുന്ന കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത്. പുള്ളിയുടെ ഇന്നത്തെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ആന, കടൽ, മോഹൻലാൽ, കെ മുരളീധരൻ, ഈ 4 പേരാണ് എൻ്റെ ഹീറോസ്. കെ മുരളീധരൻ ഇദ്ദേഹത്തിൻ്റെ പ്രവേശനത്തെ ഏറ്റവും കൂടുതൽ എതിർത്തയാളാണ്. ഇന്ന് കെ മുരളീധരനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ഇദ്ദേഹം ഇന്നൊരു പൊതുപരിപാടിയിൽ കെ മുരളീധരനൊപ്പം പങ്കെടുക്കുന്നുണ്ട്. 24 മണിക്കൂർ ഒരു കോൺഗ്രസിൻ്റെ ഷോളും കഴുത്തിലുണ്ട്. അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ പ്രവർത്തകർക്ക് ഇദ്ദേഹത്തെ ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്കൊക്കെ ഇത് പണ്ടേ മനസ്സിലായത്. നമുക്കൊക്കെ പണ്ടേ ഒരുപാട് കാലങ്ങളായി ഇങ്ങനെയുള്ള ഈ പൊയ്മുഖങ്ങളെയൊക്കെ നമ്മൾ പണ്ടേ തിരിച്ചറിഞ്ഞത്. ഒരുപാട് വർഷങ്ങളായി. ഒന്നും വേണ്ട, രാത്രിയിലെ അന്തിച്ചർച്ചയ്ക്ക് ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ ആ സൈഡിൽ പോയി ഒന്ന് നിന്നു കൊടുത്താൽ മതി. ഞാൻ റിപ്പോർട്ടറായിരുന്നതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. ഞാൻ കുറച്ച് കാലം മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ പിന്നെ നമ്മുടെ കോകിലയെക്കുറിച്ച് സംസാരിച്ചു. കോകില എന്ന് പറഞ്ഞാൽ BJPയുടെ കൗൺസിലർ, കൊല്ലം തേവള്ളിയിലെ കൗൺസിലർ. ആ കുട്ടിയുടെ പിതാവിനെയും കൂടെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തി. ഈ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ വണ്ടി നിർത്താതെ പോയി. അത് പിന്നെ കിട്ടുന്നത് ശക്തികുളങ്ങരയെന്നാണ്. ഈ വണ്ടി നിർത്തിയില്ല. ഇവന്മാർ 2 പയ്യന്മാരായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആ കുട്ടിയെ ഇടിച്ചിടുന്നത് ആ സ്ഥലം എത്തിയപ്പോൾ, ഈ കുട്ടി സഞ്ചരിച്ചിരുന്ന സ്ഥലം എത്തിയപ്പോൾ ഈ വണ്ടിക്ക് വേഗത കൂടിയതാണ്. അങ്ങനെയാണ് ഇത് ഇടിക്കുന്നത്. ആ കുട്ടി സഞ്ചരിച്ച ഏരിയ എത്തിയപ്പോൾ സ്പീഡ് കൂടി ഇതിനകത്ത് കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ച് ഇടിച്ചു, മനഃപൂർവ്വം ഇടിച്ചു കൊടുത്തു. അങ്ങോട്ട് വെച്ച് ഇടിച്ചു കൊടുത്തതാണ്. ഇടിച്ചു കൊടുത്തിട്ടാണ് ഇവന്മാരിത് നിർത്താതെ പോയത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ കൊലപാതകത്തിൽ സംശയമുണ്ട്, ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്, ഇതൊക്കെ വെറും വാഹനാപകടങ്ങളായി ഇവിടെ പിന്നെ എഴുത്തള്ളുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു മുൻനിര ചാനൽ റിപ്പോർട്ടർ അല്ല, ഞാൻ ഇവിടെ ഒരു ഓൺലൈൻ മീഡിയയിൽ ഈ അടുത്തിടയ്ക്ക്, ഈ സമീപകാലത്ത്, അടുത്ത കാലത്ത് ചാനലുകളിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് അതൊക്കെ പിന്നെ അവസാനിപ്പിച്ച് ഇറങ്ങിയ ശേഷം കഴിഞ്ഞ ഒരു 5 മാസത്തിനകത്തുള്ളൊരു കഥയാണ് ഞാൻ ഈ പറയുന്നത്. ഞാനിത് പറഞ്ഞു, ഇതൊക്കെ അന്വേഷിക്കണം. കാരണം BJPക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു വനിതാ നേതാവാണ് കോകില. അത്ര വലിയ ശേഷി ആ കുട്ടിക്കുണ്ട്. ആ കുട്ടിയെക്കുറിച്ച് നമുക്ക് മറ്റൊരു ചർച്ചയിൽ സംസാരിക്കാം. അപ്പോൾ ഈ കുട്ടിയെ വണ്ടി ഇടിച്ച് മരണപ്പെട്ടതിൽ സംശയമുണ്ട്, അതിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്, അത് അന്വേഷിക്കേണ്ടതാണ്, അന്നത്തെ റിപ്പോർട്ടറായിരിക്കുന്ന എനിക്കതിൽ സംശയം തോന്നി എന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം രാത്രിയിൽ ആ ചർച്ചയിൽ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തകനെ ഇദ്ദേഹം വിളിച്ചു. ഇദ്ദേഹത്തിന് അദ്ദേഹമായിട്ട് പരിചയമുണ്ട്. വിളിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ ചെവിക്കന്നെ ഞാൻ അടിച്ചു പൊട്ടിക്കുമെന്ന്. ആ റേൻ്റെ എന്തിനാണെന്നറിയോ? അതിലൊരു ദുരൂഹതയുമില്ല. ഞാനിത് അന്വേഷിച്ച് ദില്ലി വരെ പോയ ആളാണ്. ഒരു ദുരൂഹതയുമില്ല. ഇതെല്ലാം പറഞ്ഞെല്ലാം റെഡിയാക്കി, പറഞ്ഞ് എല്ലാം ബോധ്യപ്പെട്ട സാധനമാണ് അവൻ കുത്തിപ്പൊക്കാൻ നോക്കുന്നത് എന്ന് പറഞ്ഞു. സന്ദീപ് വാര്യരിൽ സംശയമില്ലായിരിക്കും. പക്ഷേ അവിടുത്തെ BJPയുടെയും RSSൻ്റെയും പ്രവർത്തകർക്ക് നല്ല സംശയമുണ്ട്. സന്ദീപ് വാര്യർക്ക് 5 മാസമായിട്ട് യാതൊരു സംശയം കാണത്തില്ല. 5 മാസം കഴിഞ്ഞപ്പോൾ സന്ദീപ് വാര്യർ പൊടിയും തട്ടിപ്പോയി. ഇതൊക്കെ പിന്നെ അഭിഷേകെ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ ഈ സാധാരണ പ്രേക്ഷകരും ഈ പ്രവർത്തകരുമൊക്കെ വിചാരിക്കും ഇവരൊരു വലിയ സംഭവമാണ്. ഒന്നുമില്ല. ഇത് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇത് അറിവിൻ്റെ എന്താ പറയുക, അറിവങ്ങ് തള്ളി മറിച്ച് പിന്നെ കുപ്പി നിറഞ്ഞ് ഒഴുകി പൊട്ടി താഴോട്ട് ഒഴുകുന്നൊന്നുമല്ല, പ്രവാഹമൊന്നുമല്ല അറിവിൻ്റെ സംഗതി. എന്തോ അറിയുമോ?
മൊബൈലിനകത്ത് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ഈ പ്രസ്ഥാനത്തിലെ അറിവുള്ള നല്ല ബോധമുള്ള പ്രവർത്തകർ ഇയാൾക്ക് ഇത് അയച്ചു കൊടുക്കും. ഇന്നത് പറയേണ്ട കാര്യങ്ങൾ അവർ അപ്പം അയച്ചു കൊടുക്കും. അതാണ് ഇത് മൊബൈൽ വെക്കുന്നത്. അവരെല്ലാം കാണാൻ പറയത്താണ്. നല്ല ബോധമുള്ള ഈ പ്രസ്ഥാനത്തിലൊക്കെയുള്ള നല്ല ബോധമുള്ളവർ ഇവർക്ക് അയച്ചു കൊടുക്കുന്ന സാധനം വെച്ചിട്ടാണ് ഈ ചാനൽ ചർച്ച കടന്ന് തകർക്കുന്നത്. അല്ലാതെ ഇതൊന്നുമല്ല. പിന്നെ ഈ പ്രവർത്തകർ ഇപ്പോൾ സന്ദീപ് വാര്യർ പോയതോടുകൂടി ഈ പ്രസ്ഥാനം തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് കടന്ന് തുള്ളുന്ന ഇവരുടെ ഈ പൊയ്മുഖം മനസ്സിലാകാത്ത പ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അന്തിച്ചർച്ചയിൽ സന്ദീപ് വാര്യർ പങ്കെടുക്കുന്ന അന്തിച്ചർച്ച രാത്രി ഒരു 8 മണിക്ക് അന്തിച്ചർച്ച എന്ന് പറയുന്ന സാധനം, ഈ സമയത്ത് നിങ്ങൾ പോയിട്ട് സന്ദീപ് വാര്യരോട് ഇന്ന് രാത്രി 8 മണിക്ക് നമ്മുടെ ഇന്ന പ്രവർത്തകൻ വയ്യാതെ കിടക്കുകയാണ്, നമ്മുടെ കൂടെ ഒന്ന് വരണം, പോയി കാണാം എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ വരുമോ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. സന്ദീപ് വാര്യർ ഏരിയ വരത്തില്ല. രാത്രി 8 മണി മുതൽ 9 മണി വരെ സന്ദീപ് വാര്യനെ കാണാൻ കിട്ടത്തില്ല. പാർട്ടിയെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, അതെ, പാർട്ടിയെ സ്വന്തം വളർച്ചയ്ക്ക് എന്ത് പ്രവൃത്തി ഇവരൊക്കെ ചെയ്തു, എന്ത് ചെയ്തിട്ടാണ് ഇവരൊക്കെ നേതാവായത്? ചാനൽ ചർച്ചയിൽ ചെന്ന് മറുപടി പറയുന്നതിനോ? ചാനൽ ചർച്ചയിൽ മറുപടി പറയുന്നവരാ ഇവരുടെ ബുദ്ധിയുള്ള പ്രവർത്തകരാ, അവരയച്ചു കൊടുക്കുക. അഭിഷേകിനകത്ത് ഇത് നോക്കാതെ മറുപടി പറയുന്നതിനകത്ത് ഒരാൾ TG-യാണ്. ഒരാളെ ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാവുന്ന കാര്യത്തിൽ പറയുകയാണ്. TG-ക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. TG ഇതൊന്നും നോക്കാതെ, TG-ക്ക് എല്ലാ അറിവും ഉണ്ട്. ഇവരൊക്കെ ഈ പറയുന്ന പോലെ ഇവരുടെയൊക്കെ പിന്നെ എന്താ പറയുക, ഇത് കണ്ടു കഴിഞ്ഞാൽ അഹങ്കാരവും ഇതുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വെച്ച വിഷയം എന്താണ്? ഒരു പെൺകുട്ടി മരണപ്പെട്ടു. ആ പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി എന്ന് പറയുന്നത്, ആ പെൺകുട്ടി അതിൻ്റെ അച്ഛന് മരണപ്പെട്ടു. ആ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറായിട്ടാണ് ഞാനാണ് റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ടർക്ക് ഒരു സംശയം ഉണ്ടെന്ന് പറയാൻ പാടില്ലേ? അപ്പോൾ എന്തോ നേരെ വിളിക്കുക അടുത്ത മാധ്യമപ്രവർത്തകനെ, വിളിച്ചിട്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള മാധ്യമപ്രവർത്തകനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതാണോ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം? ഇതാണോ? അത് സന്ദീപ്, ഞാൻ പറഞ്ഞല്ലോ, സന്ദീപ് വാര്യരിന് ഇതിനൊന്നും യാതൊരു സംശയവും കാണത്തില്ല. കാര്യം സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. പുള്ളിക്ക് യാതൊരു നഷ്ടവും ഇതിനകത്തൊന്നും സംഭവിക്കത്തില്ല. അതുപോലെ പലയിടത്തും പല സ്ഥലങ്ങളിലും ഇദ്ദേഹം ധാർഷ്ട്യം കാണിച്ച കഥകൾ, പല സ്റ്റുഡിയോകളിലും ഇദ്ദേഹം കാണിച്ചിട്ടുള്ള ധാർഷ്ട്രീയ രീതികൾ, അതായത് സ്റ്റുഡിയോയ്ക്കകത്ത് വന്നിട്ട് ചർച്ചയ്ക്ക് വന്നിട്ട് ആയിരിക്കുന്ന ക്യാമറാമാന് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കാര്യം ക്യാമറാമാനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ചർച്ചയ്ക്ക് രീതിയിലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ ക്യാമറാമാനെ മേളിൽ നിന്ന് വിളിക്കും. എവിടാ? മേളിൽ എഡിറ്ററോട് വിളി വരും. നീ എന്ത് പറഞ്ഞിട്ടാ? ഇയാൾ പ്രധാന പരിപാടി എന്തോ? ഇറങ്ങുക നേരെ എഡിറ്ററെ വിളിക്കുക. താഴെ തട്ടിലുള്ള ഒരു തൊഴിലാളിയാണ്, നമ്മളെല്ലാം ചെയ്യുന്ന ഒരു തൊഴിലാണല്ലോ. ഒരു തൊഴിലാളി അയാളുടെ ഭാഗത്തു നിന്നൊരു ചെറിയ പാളിച്ച പറ്റിയെങ്കിൽ ഒരു ചർച്ചയിൽ നിന്ന് ഇയാൾ ഇറങ്ങിപ്പോകാനുള്ള കാര്യം എന്താണെന്നറിയോ? ചർച്ച കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടാനുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ പേര് വലുതാക്കി കാണിച്ചില്ലെന്ന്. ഒരു കാര്യം ചെയ്യും, കഴുത്തിൽ തൂക്കിയിട്ടുണ്ട് വാ, ഒരു ബോർഡ് എഴുതിയിട്ട് ഞാനാണ് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള ആളുകളാണ് ഇപ്പം എല്ലാവർക്കും ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് പേർക്കെങ്കിലും. ഇവരിപ്പം നമ്മൾ ഈ പറയുന്ന സുരേന്ദ്രനും സന്ദീപ് വാര്യരും തമ്മിലുള്ള പ്രശ്നമൊന്നുമല്ല നമ്മൾ പറയുന്നത്. നമുക്കറിയാവുന്ന സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ നേരിൽ കണ്ടിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്, ഈ സംസാരിക്കുന്നതിൻ്റെ ഇതിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. എൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചതുകൊണ്ടാണ്. അങ്ങനെയാണ് സന്ദീപ് വാര്യരുടെ ഒരു രീതി. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസിന് ഗുണമാക്കാൻ പറ്റുമോ പാലക്കാട്? എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ള പൊയ്മുഖങ്ങളെയൊക്കെ കോൺഗ്രസിന് ഗുണമാവുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു അവസരത്തിൽ സന്ദീപ് വാര്യർ എന്ന BJP-കാരനെ കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചതിലൂടെ അവിടെ കോൺഗ്രസിനെ താൽക്കാലികമായി നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. പക്ഷേ BJP-ക്ക് തിരിച്ചടിയായി എന്നും പറയുന്നുണ്ട്. ശരിക്കും BJP-ക്ക് ഒരു തരത്തിലും തിരിച്ചടി ആയിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഒന്ന് കളത്തിലെത്തുമ്പോഴാണ് നമ്മൾ എന്താ പറയുക അവിടുത്തെ പൾസ് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മളൊരു സ്റ്റുഡിയോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു നിയമസഭാ മണ്ഡലത്തിലെ പൾസ് നമുക്ക് മനസ്സിലാവില്ല. കളത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. അല്ലെ കളത്തിൽ നിന്നുള്ള ഫീൽഡിൽ നിന്നുള്ള അവിടുത്തെ ജെന്യൂനായിട്ടുള്ള റിപ്പോർട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. 7 നിയമസഭാ മണ്ഡലം വീഴും, ഒരെണ്ണം ഒഴികെ 7 വീഴും, സംശയമില്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ബാക്കി ഒരെണ്ണം വീഴാനാണ് പാട്. അത് വീഴുമോ ഇല്ലയോ എന്ന് നോക്കാം. സുരേഷ് ഗോപി ജയിക്കും എന്ന് പറഞ്ഞു. അന്ന് എല്ലാവരും വന്ന് താഴെ കമൻറ്റ് ഇട്ടു, നിന്നെ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് ശേഷം നിന്നെ കാണണമെന്ന് പറഞ്ഞു. എല്ലാവരും വന്ന് പറഞ്ഞു,
നിന്നെ ഈ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് കാണണമെന്ന് പറഞ്ഞു. സുരേഷ് ഗോപി ജയിച്ചു. കാര്യം നമ്മളത് ഫീൽഡിൽ നിന്നുള്ള എടുത്ത റിപ്പോർട്ടാണ്. ഫീൽഡിൽ നിന്നും അത് നമ്മൾ ആ മണ്ഡലത്തിൽ ജയിക്കുമോ ഇല്ലയോ, ആര് ജയിക്കുമെന്നുള്ളത് അറിയാൻ എല്ലാവരും, കേരളം മൊത്തം ആകാംക്ഷ അവിടെ ആയിരുന്നല്ലോ. അവിടുത്തെ ഒരു ആകാംക്ഷപൂർവ്വം നിൽക്കുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ മത്സരം, രാജീവ് ചന്ദ്രശേഖർ സ്കോർ കയറിപ്പോയപ്പോഴും നമ്മൾ ചർച്ചയിലിരുന്ന് പറഞ്ഞു, ഇത് ഈ പറയുന്ന പോലെ തീരദേശ എണ്ണുമ്പം വീഴും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ മാത്രം പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം തീരദേശ എണ്ണുമ്പം അവിടെ മാസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്, അവിടെ വീഴുമെന്ന്. ഏതായാലും സന്ദീപ് വാര്യർ വന്നത് ഗുണമാണോ ദോഷമാണോ എന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം മനസ്സിലാക്കാം. പിന്നെ ഇവരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓളം സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമല്ലോ. സാധാരണ ജനങ്ങളെ ഇപ്പം ആളുകൾക്ക് മാറ്റമുണ്ട്. പണ്ടത്തെ പോലെ അന്ധരായി ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്ന ആളുകളല്ല. അവർക്കറിയാം ഈ ആരാണ് പുകഞ്ഞ കൊള്ളി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നിലപാടില്ലാത്തവൻ എന്ന രീതിയിൽ തന്നെ സന്ദീപ് വാര്യർ ചിത്രീകരിക്കപ്പെട്ടേക്കാം. അല്ല, അത് ഈ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരമൊക്കെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലാവില്ലേ. ആൾക്കാർ നമ്മളൊരു വാർത്ത ചെയ്യുമ്പോൾ എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു വാർത്തയാണ്, ഒരു കാര്യമാണ്, എനിക്ക് മുന്നേ നടന്നവർ എനിക്ക് പറഞ്ഞു തന്നൊരു വാർത്തയാണ്. പ്രേക്ഷകൻ നിന്നേക്കാൾ ബുദ്ധിയുള്ളവരാണ്, നിന്നേക്കാൾ ബുദ്ധിയുള്ളവനാണ് പ്രേക്ഷകൻ. ആ ചിന്തയോടുകൂടി മാത്രമേ നീ ഒരു വാർത്ത ചെയ്യാവൂ, അല്ലാതെ ഒരു വാർത്തയും ഒരിക്കലും ചെയ്യരുതെന്ന്. ഇവർക്കും നമ്മൾ അതാ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ. അവരുടെ മുന്നിൽ നിങ്ങൾ ഈ കാണിക്കുന്ന അഭ്യാസങ്ങളൊന്നും അധികകാലം, ഇപ്പം ചിലപ്പോൾ അതൊക്കെ പാസ്സായി പോയേക്കാം, പക്ഷേ അതിനധികം ഫ്യൂവലില്ല, അതധികം ഓടത്തില്ല. ആ വണ്ടി എഞ്ചിനടിച്ച് നിൽക്കും ഫ്യൂവൽ തീരുമ്പോൾ. അതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. കോൺഗ്രസിലേക്ക് എത്തിയ പാടെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും കാന്തപുരത്തിനെയൊക്കെ കാണാൻ പോയിരുന്നു സന്ദീപ് വാര്യർ. ഞാൻ ദൂരെ നിന്ന് വളരെ കൊതിയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അദ്ദേഹം ഭാര്യയുമായി ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ദൂരെ വെച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മുടെ വാര്യരുട്ടിയല്ലേ, ഓനെ ഇങ്ങ് വിളിക്കുകയെന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി അവിടെ ഒരു ഉദ്ഘാടനത്തിന് വന്നായിരുന്നു. ആ ഉദ്ഘാടനത്തിൻ്റെ സഹ ഉദ്ഘാടകനായിട്ട് സന്ദീപ് വാര്യർ അന്നേ ഒപ്പം കൂട്ടിയ ആളാണ് കുഞ്ഞാലിക്കുട്ടി. അന്നേ അദ്ദേഹത്തോട് ആരാധന തോന്നിയിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചൊക്കെ പറയുന്നത്. എന്തായാലും ഓന്ത് നിറം മാറുന്നതിനേക്കാൾ വേഗത്തിലാണ് സന്ദീപ് വാര്യർ നിറം മാറിയത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. ഒന്നും വേണ്ട, അദ്ദേഹം ഒരു മത്സരം നടത്തട്ടെ. ഇത് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൽ ആര് ചെന്നാലും ഇങ്ങനെയാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാരെ നമ്മൾ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. അവരുടെ ഈ സ്നേഹവും വാരിപ്പുണലൊരു പുണർന്നു പോകുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വന്ന് ഇങ്ങനെ തോളെ പിടിച്ചിട്ട് ഇങ്ങനെ ചിരിച്ച് എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ, അതായത് നമ്മുടെ രംഗണ്ണൻ സ്റ്റൈല് കരിങ്കാളിയല്ലേ എന്നുള്ള പാട്ടിട്ട് കൊടുക്കണം. അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ്. അത് ആരെത്തിയാലും അത് അങ്ങനെയാണോ എന്നാണ് സംശയം. ഏതായാലും ഈ സംഭവം ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തെ പോലെയുള്ളവർ, ഇദ്ദേഹത്തിനൊന്നും ഒരു സംശയവും വേണ്ടെന്നേ, ഇദ്ദേഹത്തിനൊന്നും ഒരു സംശയം വേണ്ട. ആ കുട്ടിയുടെ ഇതിനകത്ത് ബാക്കിയുള്ള സാധാരണ പ്രവർത്തകർക്ക് വലിയ സംശയവും സങ്കടവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരതിനെ തിരഞ്ഞ് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെയൊക്കെ സത്യം പുറത്തു വരട്ടെ. എന്തായാലും അതുതന്നെയാണ്. ചെത്തല്ലൂർ സ്കൂളിലെ പഴയ SFIക്കാരനായിരുന്ന സന്ദീപ് വാര്യർ BJPക്കാരനായി. പിന്നീട് അദ്ദേഹം കോൺഗ്രസ് വിട്ടു. അവിടെ RSSനും BJPക്കും ഒന്നും സംഭവിക്കാനുള്ള കാരണം 1000 പ്രചാരകർ അണിനിരക്കുന്ന ഒരു വലിയ സംഘമാണവർ. അവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങൾ വന്നു കയറിയവർക്കാണ്. അവർ ആ കൂട്ടം വിട്ട് പുറത്തേക്ക് പോവുക മാത്രമാണ് അവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് ഏറ്റവും നല്ലത്. എന്നാലും സന്ദീപ് വാര്യർ പോയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ ബാധിക്കുമോ കോൺഗ്രസിനെ ബാധിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.